ഇന്ന് പ്രീതിയുടെ 16ാം ജന്മദിനമായിരുന്നു. ഇതുപോലെ അവളുടെ ജീവിതത്തിൽ അനേകം ജന്മദിനങ്ങൾ കടന്നു വരട്ടെ. അന്നും എനിക്കതിൽ പങ്കെടുക്കുവാനും കഴിയുമാറാകണമേ. അവളുടെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അതിനുള്ള ഭാഗ്യം എനിക്കും എന്റെ മകൾക്കും ഇല്ലാതെ പോയല്ലോ. നിൽക്കുമോളെ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. നോ ഡാഡി, വേണ്ട. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. ശരി. നല്ല വെയില്. നിന്റെ തലയ്ക്ക് അല്പം വെയിൽ കൊള്ളുന്ന നല്ലത്. അതെന്തിനാ? അല്പം ബുദ്ധിയുള്ള വല്ലവരും ഈ നട്ടുച്ചയ്ക്ക് ഇവിടെ വരുമോ? നീ പൊടി. ഇരിക്ക. ഇവിടെ വരാൻ കണ്ടൊരു സമയവും സന്ദർഭവും നോക്കിയിട്ടാണോ ഇഷ്ടമുള്ള ചെയ്യുക? മനസ്സിൽ തോന്നുമ്പോൾ തന്നെ സംഗതി നടത്തിപ്പിലാക്കണം. ഇല്ലെങ്കിൽ ഇതിലൊന്നും എൻജോയ്മെന്റ് കിട്ടില്ല. നീ എന്താടി ഒന്നും പറയാത്തത്? ഗുരു പറയുന്ന കേൾക്കുകയാണ്. നല്ല കുട്ടി. അങ്ങനെ വല്ലതും കേട്ട് പഠിക്ക. ഇവിടെയും ബോറടിക്കുന്നു. പാടി പോവാം. പ്രീതി എവിടെ? പിണങ്ങിയിരിക്കുകയാണ്. എന്തിന്? ഒന്നും പറയുന്നുമില്ല. ഓഹോ. അല്ല, മോള് പിണങ്ങിയിരിക്കുകയാണോ? ആരോടാണ് പിണക്കം? ആയോടാണോ? ഡാഡിയോടുള്ളത് ഡാഡിക്കറിയാം. ഓ, ഇപ്പൊ ഡാഡിക്ക് മനസ്സിലായി പിണക്കം. എന്തിനാണ് ഡാഡി പറയാൻ പോവുകയാണ്. മാന്യമഹാമഹതികളെ, ഈ പിണങ്ങിയിരിക്കൽ എന്തിനാണെന്ന് നിങ്ങൾക്ക്... ഡാഡി, എന്നെ ഹോസ്റ്റലിൽ കൊണ്ടാക്കാമോ? ഹോസ്റ്റലിലോ? മോൾക്ക് എന്താണ് ഇവിടെ ഒരു കുറവ്? കമ്പാനിയൻഷിപ്പ്. അതാണോ കാര്യം? മോക്ക് ഡാഡി ഇല്ലേ? ഞാൻ കമ്പനി തരാം. നമുക്ക് പുറത്ത് പോയിട്ട് വരാം. എഴുന്നേക്കുമോളെ, എഴുന്നേക്കടി ഇങ്ങോട്ട്. കം ഓൺ. ഇതിനാണോ നീ കരയുന്നത്? സന്തോഷിക്കേണ്ട നേരത്ത് പെണ്ണ് കണ്ണീരൊഴുക്കുക. നിന്റെ മമ്മി മാരേജ് ചെയ്തത് ഒരു നല്ല കാര്യമല്ലേ? ഡാഡി ഇല്ലാത്ത നിനക്ക് ഒരു ഡാഡിയുമായി. ഡാഡി, എനിക്ക് വീട്ടിൽ തന്നെ പോകാൻ തോന്നുന്നില്ല. അതെ, നിനക്ക് നല്ല ചുട്ട അടി കിട്ടാത്തോണ്ടാ ഞാനും എന്റെ ഡാഡിയോട് പറയാൻ പോവാ, ആരെങ്കിലും മാരേജ് ചെയ്യാൻ. വാടി പെണ്ണേ, ഇന്ന് നിന്റെ ചിലവ്. ഒരു സിനിമയ്ക്ക് പോവാ. കറക്റ്റായി പിടിക്കും ഡാഡി. സോറി. ഡാഡി അറിഞ്ഞോ? ലില്ലിയുടെ മമ്മി മറ്റൊരാളെ മാരേജ് ചെയ്തു.
അതുപോലെ ഡാഡിയും മറ്റൊരാളെ വിവാഹം കഴിക്കോ ഡാഡി? പാവം ലില്ലി അല്ലേ ഡാഡി? ഡാഡി വേറെ കല്യാണം കഴിക്കോ? പറയൂ ഡാഡി, കല്യാണം കഴിക്കോ? ഹലോ, ഇരിക്കൂ. ഹലോ അങ്കിൾ. How are you? ഹായ്. ഏതാണ്ട് അത്യാവശ്യ കാര്യം സംസാരിക്കണമെന്ന് പറഞ്ഞത്. സംസാരിച്ചിട്ട് വല്ല കാര്യവുമുണ്ടോ? സംസാരിക്കണം. ആ കേസിനെ കുറിച്ച് വ്യക്തിപരമായ ചില കാര്യങ്ങൾ ജെയിംസ് അന്വേഷിച്ചറിഞ്ഞുവല്ലോ. ഞങ്ങളെയും ഒന്ന് സഹായിച്ചുകൂടെ? നമ്മൾ തമ്മിൽ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ശരിയല്ല. വേറെ വിഷയത്തിലേക്ക് കടക്കാം. എനിക്ക് ആ വിഷയം സംസാരിക്കാനാണ് കൂടുതൽ താല്പര്യം. ആ കേസിന്റെ ചാർജ് എനിക്കാണ്. സംസാരിക്കുന്നതിൽ വിരോധമില്ല, പക്ഷെ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. എനിക്ക് പ്രയോജനമുണ്ട്. ആ കേസ് ശിക്ഷിക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. അത് കോടതിയിലെ തീരുമാനിക്കേണ്ടത്. നിങ്ങൾ നന്നായി ശ്രമിച്ചു നോക്കൂ. അങ്ങനെ കടംപിടുത്തം പിടിക്കരുത് മിസ്റ്റർ ജെയിംസ്. ഓഹോ, ഇപ്പോഴാണ് താങ്കളുടെ ഔദാര്യം മനസ്സിലായത്. പക്ഷെ ഒന്ന് മനസ്സിലാക്കണം, നമുക്ക് താല്പര്യമുള്ള വിഷയത്തിന്റെ പിന്നിൽ നീതിയുടെയും മനുഷ്യത്വത്തിന്റെയും പ്രതികരണം എന്താണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. എനിക്കിപ്പോൾ ഈ തത്വങ്ങളൊന്നും കേൾക്കണ്ട. ഭാവിയിലുള്ള കേസുകൾക്ക് ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊള്ളാം. പക്ഷേ ഇപ്പോൾ ജെയിംസിനെ സഹായിക്കണം. തുറന്നു പറയാം, ഫ്രണ്ട്ഷിപ്പുമായി മിക്സ് ചെയ്യേണ്ട കാര്യമല്ലിത്. ഞങ്ങളുടെ പ്രൊഫഷന്റെ ആധാരം തന്നെ ഞങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസമാണ്. അത് തെറ്റിക്കുന്നത് കൊടും വഞ്ചനയാണ്. ദിസ് ഈസ് ഫണ്ടമെന്റൽ. അയ്യോ, ഞാൻ പറയുന്ന ജെയിംസിന് മനസ്സിലാകുന്നില്ല. വളരെ വൈകിയാണ് ഞാൻ ഈ കേസ് ഏറ്റെടുക്കേണ്ടി വന്നത്. അതിൽ നിന്ന് തന്നെ അതെന്തെങ്കിലും ആകട്ടെ, പക്ഷെ ഞാൻ ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ പലതും സംഭവിച്ചു. അതെന്റെ കുറ്റമാണോ? എന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങളെ എനിക്കിഷ്ടമാണ്, പക്ഷെ ഇതിൽ പെട്ടുപോയ മനുഷ്യൻ എന്റെ കക്ഷിയാണ്. ഐ ജസ്റ്റ് വാണ്ട് യു ടു ഷെയർ യുവർ ഇൻഫർമേഷൻ വിത്ത് മീ. ദാറ്റ് ഈസ് നോട്ട് ടു മച്ച് ടു ആസ്ക്. ഐ എം സോറി മിസ്റ്റർ സഹദേവൻ, യു ആർ റിയലി ആസ്കിംഗ് ടു മച്ച്. ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ ഞാൻ ചില അന്വേഷണങ്ങൾ നടത്തി. കിട്ടിയ തെളിവുകൾ ഒരു പക്ഷേ കള്ളമാവാം, സത്യമാവാം. അത് കോടതി തീരുമാനിക്കട്ടെ. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. നിങ്ങളുടെ പൊസിഷൻ ഞാൻ സേഫാക്കാം. നിയമപ്രകാരം നിങ്ങൾക്ക് യാതൊരു തകരാറും സംഭവിക്കില്ല. അതുപോലെ എനിക്ക് നിയമമല്ല പ്രശ്നം, മനുഷ്യനാണ്. വെറുതെ എന്തിന് സമയം കളയുന്നു? ചായ കഴിക്കാം. मनमोहना बड़े झूठे, मनमोहना बड़े झूठे, हार के हार नहीं माने, हार के
മമ്മി അവളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. നമുക്ക് പോകാല്ലേ ഡാഡി? മോള് പൊയ്ക്കുള്ളൂ, ആയെയും കൂട്ടിക്കൊള്ളൂ. ഡാഡിയും വരണം. നമുക്ക് കോർട്ട് പൂട്ടിയ ശേഷം പോവാം. ഡാഡിക്ക് എവിടെയാ മോളെ അതിനൊക്കെ സമയം? ഈ ഡാഡിക്ക് ഒന്നിനും സമയം കാണില്ല. ഡാഡി വന്നില്ലെങ്കിൽ ഞാനും പോണില്ല. പ്രീതി, നിൽക്കൂ. ഇവിടെ വരൂ. കിക്ക്. വരാനാ പറഞ്ഞത്? അവിടെ ഇരിക്കൂ. മോക്ക് എവിടെയാ പോകേണ്ടത്? പറയൂ. എവിടെയാ പോകേണ്ടത് പറയൂ. എവിടെ വേണമെങ്കിലും ഡാഡി കൂട്ടിക്കൊണ്ടുപോകാം. ലെറ്റ് മീ സീ ദാറ്റ് ഫേമസ് സ്മൈൽ. ചിരിക്കൂ, ചിരിക്കൂ, ചിരിക്കടി മോളെ. ഫസ്റ്റ് കോർട്ടിൽ റിട്ട് അപ്പീൽ ഞാൻ അറ്റൻഡ് ചെയ്തോളാം. 7 തഹശീൽദാർ റിട്ട് കൗണ്ടറിന് സമയം മേടിക്കണം. അതെ സർ. സെക്കൻഡ് കോർട്ടിലെ ലാൻഡ് ബോർഡിന്റെ കേസ് നിങ്ങളൊന്ന് പാസ്വേഡ് ചെയ്യും. ഞാൻ വന്നോളാം. ഓക്കെ സർ. ഹലോ. മോളെ, ഡാഡി ഇന്ന് വളരെ ബിസിയാണ്. നാളെ തീർച്ചയായും ഫിലിമിന് കൊണ്ടുപോകാം. ഞാൻ പറയുന്നത് കേൾക്കൂ. പറയുന്നത് കേൾക്കൂ മോളെ. നോ നോ. പ്രീതി എവിടെ? ഉറങ്ങുന്നു. ഉറങ്ങുന്നു? ഇപ്പോഴോ? രാവിലെ മുതൽ തലവേദനയാണെന്ന് പറഞ്ഞിരുന്നു. പ്രസവിക്കാൻ ഇഷ്ടമാണോ? എത്ര എണ്ണത്തിന്? ഇതെന്തൊരു ചോദ്യമാണ്? സാധാരണ എത്ര എണ്ണത്തിന് പ്രസവിക്കാം? നിനക്കിതൊന്നും ഇഷ്ടമല്ലേ? ഇഷ്ടമൊക്കെയാണ്. പക്ഷെ ഒരു പ്രസവത്തിൽ ചുരുങ്ങിയത് 7 കുട്ടികളെങ്കിലും വേണം. എന്നാലേ ഒരു രസമുള്ളൂ. അപ്പോൾ അതൊരു സെൻസേഷണൽ ന്യൂസായി മാറും. എന്തിനും ഒരു ന്യൂസ് വാല്യൂ വേണ്ടേ? നിന്നെ കൊണ്ട് രക്ഷയില്ല. നീയൊക്കെ പഴഞ്ചന. കാരണവന്മാർ പറഞ്ഞ പോലെ പറഞ്ഞ വഴിയെ മാത്രം. ഒരു ഭർത്താവ്, ഒരു കുട്ടി. നീ നോക്കിക്കൊടി, 70 വയസ്സായാലും ഞാൻ കല്യാണം കഴിക്കും. അതും ഒരു രസമാ. അതെ അതെ, നല്ല രസമാവും. എല്ലാറ്റിനും ഒരു പുതുമ വേണം. എന്നാലേ കണ്ടു നിൽക്കാൻ ആളെ കിട്ടും. നീ ഈ ഉടുപ്പിന് വരെ ഒരു മിനിസ്കേർട്ട് ഇട്ട് പുറത്തു പോയി നോക്കൂ. മൂപ്പിലാന്മാർ വരെ വിസിലടിക്കും. എന്ത് രസമാണടി അതൊക്കെ കേൾക്കാൻ. ഇതൊക്കെ നഷ്ടപ്പെടുന്നത് വളരെ സങ്കടമാ. പിന്നെ ഭയങ്കര സങ്കടമാണ്. നല്ല ആളാ. നീ എവിടെയാണ് പോയത്? അത് തന്നെയാ എനിക്കും അറിയേണ്ടത്. വേണ്ട വേണ്ട, തിരിച്ചൊന്നും ഒഴിഞ്ഞു മാറണ്ട. നിന്നെ എനിക്കറിയാമല്ലോ. കാണാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയില്ലേ. എന്നാ പിന്നെ നിനക്ക് തന്നെ ഊഹിച്ചൂടെ? എന്നെ കൊണ്ട് പറയിപ്പിക്കണോ? നീ വെറുതെ ഓരോന്ന് വിചാരിക്കുക. നാളെ ക്ലാസ് ഇല്ല. നീ വരൂ. എവിടേക്ക്? നമുക്ക് പിക്ചറിന് പോവാം.
ഞാനില്ല, എനിക്ക് വേറെ എൻഗേജ്മെന്റ് ഉണ്ട്. ആ അങ്ങനെ വരട്ടെ, ഒരു ദിവസം ഞാൻ നിന്റെ കള്ളത്തരം കണ്ടുപിടിക്കും. Come, let's go. Come on. Come on. Come on. ഭയപ്പെടുത്തി നോക്കിയതാണോ? അങ്ങനെ പേടിക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല ഞാൻ. അതെനിക്കറിയാം. എന്താ ഇത്ര സൂക്ഷിച്ചു നോക്കുന്നത്? ഇത് പ്രീതി തന്നെയാണോ നോക്കിയതാ? എന്നാ നല്ലതുപോലെ നോക്കിക്കോ. നീ ആരെയാ വെയിറ്റ് ചെയ്യുന്നേ? എന്നെയോ? അതെ. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. പ്രീതി എവിടെ? ഇപ്പൊ വരും. ഗുഡ് മോർണിംഗ് ഡാഡി. ഗുഡ് മോർണിംഗ്. പ്രീതിയുടെ കാര്യം ചോദിക്കാൻ മറന്നുപോയി. എന്താ ഡാഡി? കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് നീ എന്തോ പിൽസ് കഴിച്ചിട്ടിടന്നുറങ്ങുന്ന കണ്ടല്ലോ. എന്താണത്? അത് ഹെഡേക്ക്. അസുഖം വന്നാൽ പറയണം. വെറുതെ കണ്ട പിൽസ് ഒന്നും വാങ്ങിച്ച് കഴിക്കരുത്. ലില്ലിയും പ്രീതിയും പിടങ്ങിയോ? ആര് പറഞ്ഞു? രണ്ടുപേരെ ഒന്നിച്ച് കാണാറില്ല. പരീക്ഷ എടുത്തില്ലേ, അതുകൊണ്ടാണ്. എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി. എന്ത് മനസ്സിലാക്കാൻ? മനസ്സിലായാലും എനിക്കൊന്നുമില്ല.
ഹലോ, അതെ, ഇതുവരെ വന്നില്ലേ? മണി 11 കോളേജിലോ? എന്നോട് പറഞ്ഞില്ലല്ലോ. ശരി, ഞാൻ പോയി നോക്കാം. ഞാനാണ് ബാരിസ്റ്റർ ജെയിംസ്. ഈ രാത്രിയിൽ എന്താ? നിങ്ങളുടെ കലാപരിപാടികൾ കഴിഞ്ഞോ? കലാപരിപാടികളോ? എന്ത് കലാപരിപാടികൾ? ഇന്ന് ഫംഗ്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ലേ? ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. നാളെ ഫൈനൽ ഇയറുകാരുടെ പരീക്ഷയാണ്, അതുകൊണ്ട് ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ല. പ്രീതി ചില ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ഉച്ചയ്ക്ക് വീട്ടിൽ നിന്നും വന്നതാണ്. ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. പ്രീതി ക്ലാസ്സിൽ വന്നിട്ട് തന്നെ കുറെ ദിവസങ്ങളായല്ലോ. അവൾ വരാറുണ്ടല്ലോ. ഇല്ല, കുട്ടിയെ ക്ലാസ്സിൽ കാണാറില്ല. അടുത്ത ദിവസം അന്വേഷിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞങ്ങൾ. ഇനി കളവ് പറഞ്ഞ് മറ്റെവിടെയെങ്കിലും പോയതാണോ? ഇന്ന് ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ അതും കളവാണ്. അവൾ വേറെ എവിടെയെങ്കിലും പോയതായിരിക്കും. സിസ്റ്റർ പ്രീതിയുടെ കൂട്ടുകാരി ലില്ലി ഇവിടെ ഉണ്ടല്ലോ, അവളോടൊന്ന് അന്വേഷിക്കാമായിരുന്നു. ശരിയാണ്, സിസ്റ്റർ പോയി ലില്ലി ഒന്ന് വിളിച്ചുകൊണ്ടുവരൂ. യാതൊരു പിടിയും കിട്ടുന്നില്ല. ഈ കുട്ടിക്ക് എന്ത് പറ്റി? ഈ രാത്രിയിൽ എവിടെ പോയി അന്വേഷിക്കും? ലില്ലി, പ്രീതിയുടെ ഡാഡി ഇതാ വന്നിരിക്കുന്നു. പ്രീതി ഇതുവരെ വീട്ടിലെത്തില്ലെന്ന് പറയുന്നു. ലില്ലി, പ്രീതി എവിടെ പോയി പറയൂ. ഞാൻ പ്രീതിയെ കണ്ടിട്ട് കുറെ ദിവസങ്ങളായി. അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ പോയിരുന്നു. കരയാതെ, നീ എന്തിനു പേടിക്കുന്നു?
താങ്ക് യു സിസ്റ്റർ. സോറി ഫോർ ദ ട്രബിൾ. ഗുഡ് നൈറ്റ്. Hello? No, wrong number. കോളേജിൽ തന്നെ അവൾ പോയിട്ട് ദിവസങ്ങളായി. ഒരു ദിവസം പോലും ഇവിടുന്ന് പോകാതിരുന്നിട്ടില്ല. ആയ വാതിലടച്ചു കിടന്നോളൂ. എല്ലാം എന്റെ കുറ്റമാണ്. അമ്മയില്ലാത്ത മകളെ എങ്ങനെ വളർത്തണമെന്ന കാര്യം ഞാൻ മറന്നു. അവളുടെ ഏകാന്തത മനസ്സിലാക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. ജെയിംസ് ഇത്ര ദുർബലനാകാതിരിക്കൂ. എല്ലാത്തിനും നമുക്ക് പരിഹാരമുണ്ടാക്കാം. അയ്യോ, പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തത് ഏതായാലും നന്നായി. അതുകൊണ്ട് മറന്നില്ല, ഹോം മിനിസ്റ്ററെയും IG-യെയും നേരിട്ട് കണ്ട് വിവരം പറയണം. അല്ലാതെ ചുമ്മാ പോലീസിൽ അറിയിച്ചുകൊണ്ട് എന്നാ കാര്യം? ചാക്കോ സാർ പറഞ്ഞതാണ് ശരി. ഞാനും മിസ്സിസും കഴിഞ്ഞ ദിവസം ഷോപ്പിങ്ങിന് പുതിയ ടയോട്ട കാറിൽ പോയപ്പോൾ ഞങ്ങൾ പ്രീതിയെ കണ്ട് സംസാരിച്ചതാണ്. വേറെ ഒരു ഫോറിൻ കാറ് ബെൻസ്, അത് വിറ്റു. ലെറ്റർ വല്ലതും എഴുതി വെച്ചിട്ടുണ്ടോ? വിൻസെന്റ് മാഷ് ചോദ്യം ചെയ്യാണ്. നമുക്ക് വിവരമെങ്കിലും അറിയാമല്ലോ. എനിക്ക് തലവേദന എടുക്കുന്നു. നിങ്ങൾ ചായ കുടിച്ചിട്ട് പോയട്ടെ. മക്കളെ വളർത്തുമ്പോ വളരെ ശ്രദ്ധിച്ചു വേണം. അതും പെൺകുട്ടി. ഒരാസതിന് അമ്മയുമില്ല. ചാക്കോ സാർ പറഞ്ഞത് വളരെ ശരിയാണ്. ഞാൻ എന്റെ കുട്ടികളെ വളർത്തുന്നത് കണ്ടു പഠിക്കേണ്ടതാണ്. ചാക്കോ സാർ ഈ പറഞ്ഞതും ശരിയാണ്. ഹലോ, സ്പീക്കിംഗ്. പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഞങ്ങളും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. എന്ത് ചെയ്യാന്? കണ്ടു കിട്ടിയാൽ നിശ്ചയമായും വരും. ഞങ്ങൾ അവിടെ അറിയിക്കും. ഓക്കെ, താങ്ക് യു.
നാട്ടിലെ ഏറ്റവും സെൻസേഷണൽ ന്യൂസ് ആണ് സാർ പ്രീതിയെ കാണാതായത്. ഞങ്ങളുടെ പത്രമാണ് ഈ കാര്യം ഗൗരവപൂർവ്വം കൈകാര്യം ചെയ്തിരിക്കുന്നത്. സാർ അറിഞ്ഞു കാണും, ഞങ്ങളുടെ പത്രത്തിൽ മുൻ പേജിൽ 14 പോയിന്റ് ടൈപ്പ് ഉപയോഗിച്ച് അടിച്ചു വന്ന വാർത്തകൾ. മാത്രമല്ല മുഖപ്രസംഗം വരെ. മുഖപ്രസംഗം എഴുതിയത് സാറ് വായിച്ചിരിക്കും. പത്രധർമ്മം എന്നൊന്നുണ്ട് സാർ. അത് മറന്നാണ് ഇന്ന് പലരും പത്രം നടത്തുന്നത്. ഇന്ന് മാതാപിതാക്കൾ പെൺകുട്ടികളെ കോളേജിലും സ്കൂളിലും അയക്കുന്നത് ഭയന്നുകൊണ്ടാണ്. എന്താ കാരണം? ഞങ്ങളുടെ പത്രത്തിന്റെ ന്യൂസ് വാല്യൂ. പ്രീതി എവിടെ എന്ന കോളത്തിന്റെ പ്രത്യേക ലേഖകനായിട്ട് എന്നെ നിയമിച്ചിരിക്കുകയാണ് സാർ. വായനക്കാർ കാത്തിരിക്കുകയാണ് സാർ പ്രീതിയെ കുറിച്ചുള്ള പുതിയ പുതിയ വാർത്തകൾ കിട്ടാൻ. സാറ്, ഞങ്ങളുടെ 10 ചോദ്യങ്ങളുണ്ട്. ദയവായി അതിന് മറുപടി പറയണം. ചോദ്യം 1. പ്രീതിയെ കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ പോലീസ് ഉദാസീനത കാണിച്ചിട്ടുണ്ടോ? ചോദ്യം 2. പ്രീതിയെ വല്ല ഗൂഢസംഘവും തട്ടിക്കൊണ്ടുപോയതാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ചായ കുടിച്ചിട്ട് വെക്കണം. അയാ നിൽക്കണം. വരട്ടെ. പ്രീതിയെ കുറിച്ച് 2 വാക്ക് പറഞ്ഞിട്ട് പോയിക്കോളൂ. मनमोहना बड़ी झूठे हार के हार नहीं माने मनमोहना मोहना तुम्हारी बासी खाना तुम्हारी बासी खाना बनी कर फांसी तान सुना के मेरा तन मन लूटे सुना के मेरा तन मन लूटे मनमोहना. Oh, this is really funny. I can do this. Come on. Say dear, come on. Okay, I'll say. How many times you want? 10 times. Okay, dear. Charlie, 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 Charlie. Say dear, come on. Okay, I'm saying. How many times you want? 10 times. Okay, dear. Charlie, 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 Charlie. ലില്ലിയുടെ സഹായം കിട്ടിയാലേ പ്രീതിയെ കുറിച്ച് എന്തെങ്കിലും അന്വേഷിക്കാൻ പറ്റൂ. എനിക്കൊന്നും അറിയില്ല സർ. പ്രീതി ലില്ലിയുടെ സ്നേഹിതയല്ലേ? അപ്പോൾ പ്രീതി പോയത് എവിടെയാണെന്ന് ലില്ലിക്ക് തീർച്ചയായിട്ടും അറിയാം. എനിക്കൊന്നും അറിയില്ല സർ. ചേച്ചേ, കരച്ചിൽ കാണാനല്ല വിളിച്ചത്. പേടിക്കേണ്ട ആവശ്യമില്ല. കുട്ടിക്ക് വല്ലതും അറിയാമെങ്കിൽ പറയൂ. ഞാൻ പ്രീതിയെ കണ്ടിട്ട് കുറെ ദിവസമായി. അമ്മയ്ക്ക് സുഖമില്ലാഞ്ഞിട്ട് ഞാൻ നാട്ടിൽ പോയിരുന്നു. എപ്പോഴാണ് അവളെ അവസാനമായി കണ്ടത്? ഒരാഴ്ചയിൽ കൂടുതലായി കാണും. പ്രീതി ഇതിനു മുൻപ് ക്ലാസ്സിൽ വരാതിരുന്നിട്ടുണ്ടോ? ഞാൻ ക്ലാസ്സിൽ പോകാത്തപ്പോ പ്രീതിയും ക്ലാസ് കട്ട് ചെയ്യും. എന്റെ മുറിയിൽ വന്നിരിക്കും. ആട്ടെ, അവൾ ലില്ലിയോട് വല്ല വിഷമങ്ങളും പറയാറുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയാറില്ല. ലില്ലി അല്ലാതെ അവൾക്ക് വേറെ ഫ്രണ്ട്സ് വല്ലവരുമുണ്ടോ? എനിക്കറിയില്ല. എനി ബോയ് ഫ്രണ്ട്സ്? എനിക്കറിയില്ല. പ്രീതി ആരെയും പ്രേമിച്ചിരുന്നില്ലേ? എനിക്കറിയില്ല.
ലില്ലി പോയിക്കൊള്ളൂ. ലില്ലി, പ്രീതിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ എന്നെ അറിയിക്കണം. മറ്റ് ഡ്രഗ്സ് പോലെയല്ല, പെൺകുട്ടികളാണ് ഇത് അധികവും കഴിക്കുന്നത്. വിസ്കി, ജിൻ, ബ്രാൻഡി, വൈൻ, എല്ലാ മദ്യത്തിന്റെ അംശമുള്ള ചോക്ലേറ്റ്സും കിട്ടും. പ്രീതിയും ഇത് കഴിച്ച് ശീലിച്ചിരിക്കാം, അല്ലെങ്കിൽ അവൻ ശീലിപ്പിച്ചിരിക്കാം. ഇത്തരം സാധനങ്ങൾ നൽകിയാൽ ആരെയും നമുക്ക് അടിമയാക്കി മാറ്റാൻ കഴിയും. പ്രീതിയെ ചാർലി ഈ മാർഗത്തിലൂടെ സ്വാധീനിച്ചിരിക്കാം. ഈ ചാർലി ആരാണ്? അതാണ് നമുക്കറിയേണ്ടത്. ലില്ലിക്ക് ഇവനെ പറ്റി അറിയാതിരിക്കില്ല. അവൾ ഭയം കൊണ്ടാണ് പറയാതിരിക്കുന്നത്. ശരിയാണ്, ചെറിയ ഹൃദയമല്ലേ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ദാറ്റ്സ് ആൻ ഐഡിയ. ഞാൻ ലില്ലിയിൽ നിന്ന് ചില കാര്യങ്ങൾ അറിയാനാണ് വിളിച്ചത്. പോലീസ് ലില്ലിയെ ചോദ്യം ചെയ്താൽ ഞാൻ അറിഞ്ഞു. ലില്ലി അവരോടൊന്നും പറഞ്ഞില്ലെന്നും ഞാൻ അറിഞ്ഞു. ഇനി അവർ ലില്ലിയെ ചോദ്യം ചെയ്യില്ലെന്ന് ലില്ലിക്ക് തോന്നുന്നുണ്ടോ? എന്താ ഒന്നും മിണ്ടാത്തത്? ഒരുപക്ഷെ പ്രീതിയെ കണ്ടുപിടിക്കുന്നവരെ ലില്ലി അവർ ചോദ്യം ചെയ്യുന്ന വരും. അങ്ങനെ ചോദ്യം ചെയ്യുമ്പോ ലില്ലി പറയാത്ത ചില കാര്യങ്ങൾ കുറേശ്ശെയായി പറഞ്ഞുവെന്ന് വരും. അവസാനം സത്യം മുഴുവൻ പറഞ്ഞാലും അവർ ലില്ലി വിശ്വസിച്ചെന്ന് വരില്ല. ഒടുവിൽ കോളേജ് മുഴുവൻ അറിയും. ഞാൻ പറയുന്നത് ലില്ലിക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ലില്ലിക്ക് ഈ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ? ഞാൻ കോളേജിൽ പഠിക്കുമ്പോ ഇവിടങ്ങ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാട്ടുചെടികൾ നിറഞ്ഞ പ്രദേശമായിരുന്നു. തനിയെ വരാൻ ഭയം തോന്നും. ആരാണ് ഈ ചാർലി? പറയില്ലേ, ആരാണ് ചാർലി? ലില്ലിക്ക് അറിയാമെന്ന് എനിക്കറിയാം. പേടിക്കാതെ പറയൂ. നമുക്ക് പ്രീതി തിരിച്ചു കൊണ്ടുവരണ്ടേ? ലില്ലിക്ക് പ്രീതിയെ കാണാൻ ആഗ്രഹമില്ലേ? പറയില്ലേ, ആരാണ് ചാർലി? നീ പറയില്ലല്ലേ, ആരാണ് ചാർലി? ഐ എം സോറി. കരയാതെ, കാൽ കയറൂ. ചലെ കയറൂ. ഓക്കെ, ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ചെയ്യൂ. സാക്ഷികളുടെ പട്ടിക തയ്യാറാക്കുമ്പോ ഒരിക്കൽ കൂടി എന്നെ കാണിക്കണം. ഓക്കെ സാർ. പ്രത്യേകിച്ചും ആദ്യം വിസ്തരിക്കുന്ന സാക്ഷികളുടെ. യെസ് സാർ.
പ്രീതിയുടെ ഡാഡി ഉണ്ടോ? ഉണ്ട്, വരൂ. വരൂ, ഇരിക്കൂ. ഇതാണോ ചാർലി? അതെ. ഇവന് പ്രീതിയുമായി എങ്ങനെ പരിചയം? അവൻ എപ്പോഴും ഞങ്ങളെ ഫോളോ ചെയ്യാറുണ്ടായിരുന്നു. പ്രീതിക്ക് അവനെ കാണുന്നത് തന്നെ ഇഷ്ടമല്ലായിരുന്നു. പിന്നീട് അതൊരു വലിയ ബന്ധമായി മാറി. ഞാനില്ലാത്തപ്പോഴൊക്കെയും അവർ തമ്മിൽ കണ്ടുമുട്ടാറുണ്ട്. ഒടുവിൽ ഞാൻ അടുത്തുണ്ടെങ്കിലും അവർക്ക് വിഷമമില്ലെന്ന് വരെ വന്നു. പ്രീതിയോട് ലില്ലി ഒരിക്കലും എതിർത്ത് പറഞ്ഞില്ലേ? പറഞ്ഞു. എന്നിട്ട് ആ ബന്ധം പാടില്ലെന്ന് ഞാൻ പലതവണ പറഞ്ഞു. ഇപ്പൊ നിനക്ക് ഞാൻ പറയുന്നതൊന്നും മനസ്സിലാവില്ല. ചാർലി പറയുന്നതും ചെയ്യുന്നതും മുഴുവൻ കള്ളമാണ്.
അവന്റെ അടുത്തൊന്നുമില്ല. മറ്റുള്ളവരുടെ കാറും ബൈക്കും ഓസി വാങ്ങിയിട്ടാണ് അവൻ വരാറ്. എന്നിട്ട് അതൊക്കെ അവന്റേതാണെന്ന് പറയും. നിന്റെ വിലയെ ചെലുത്താൻ കയറിയിരിക്കാം. ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല. നിനക്ക് അസൂയാണ്. അതെ, ആ കോണ്ട നിന്റെ പുറകെ വരുന്നത് കണ്ടിട്ടേ എനിക്ക് അസൂയ തോന്നുക. ലില്ലി, ഇനി നീ എന്നെ ഉപദേശിക്കരുത്. നിനക്കതിനൊരു അവകാശവും ഇല്ല. ഞാൻ എന്റെ ഇഷ്ടം പോലെ നടക്കും. നീ ആരാണ് എന്നോട് ചോദിക്കാൻ? ഞാൻ നിന്റെ ഫ്രണ്ട്. നീ എന്റെ ഫ്രണ്ട് അല്ല, കുണ്ടുമല്ല. ഈ നിമിഷം മുതൽ നീ എന്റെ ആരുമല്ല. മനസ്സിലായോ? പ്രീതി, 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 ഏയ് പ്രീതി. അതിനുശേഷം അവൾ എന്നോട് പിണങ്ങിയാണ് നടന്നത്. ചാർലിയും എനിക്കെതിരായി. ഒരു തവണ അവൻ എന്നെ ഭീഷണിപ്പെടുത്തുക വരെ ചെയ്തു. ലിലി, എന്താ? എന്നെ കുറിച്ച് പ്രീതി എന്താണ് പറഞ്ഞത്? എനിക്കിഷ്ടമുള്ളത് പറഞ്ഞു. നിനക്ക് ഇഷ്ടമുള്ളത് പറയാനുള്ളവരാണോ ഞാൻ? ഇനി മേലാൽ അങ്ങനെ വല്ലതും പറഞ്ഞാൽ ബൈക്കൊണ്ടിട്ട് ചെരിപ്പെടുത്തി കളയും. സൂക്ഷിച്ചോ. Stupid. ചാർലിയുടെ വീട് എവിടെയാണ്? I don't know. ഈ ചാർലിയുടെ വീട് എവിടെയാണ്? ചാർലിയോ? ഏത് ചാർലി? എനിക്കൊന്നും അറിഞ്ഞൂടാ. ഈ ചാർലിയുടെ വീട് ഇതാണോ? Charlie, coin in man. ചാർലിയുടെ വീട് ഇതാണോ? ഏത് ചാർലി? മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന ചാർലി. അങ്ങനെ എത്ര ചാർലി മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നുണ്ട്? ഇപ്പോൾ കേസിന്റെ സ്വഭാവം മാറി. ഇത് തട്ടിക്കൊണ്ടുപോയതല്ല, ഒളിച്ചോടിയതാ. എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും പ്രീതിയെ കണ്ടുപിടിച്ച് കോടതിയിൽ ഹാജരാക്കിയാൽ തന്നെ അവൾ ഒരുപക്ഷെ നിങ്ങൾക്കെതിരെ നിന്നേക്കാം. നോ, ഇതവൻ അവളെ കൊണ്ട് നിർബന്ധിച്ചെഴുതിച്ചാണെങ്കിലോ? അങ്ങനെയും ആവാം. ആവാമെന്നല്ല, ആണ്. എനിക്കറിയാം എന്റെ മകളെ. അവൾ ഒരുത്തന്റെ കൂടി ഒളിച്ചോടി പോകില്ല. അവളെ ഒരു റൗഡി പാട്ടിലാക്കി തട്ടിക്കൊണ്ടുപോയി. ആ റൗഡി ആരാണെന്നും അവൾ എവിടെയുണ്ടെന്നും നിങ്ങളെ ഞാൻ അറിയിച്ചു കഴിഞ്ഞു. ഇനിയെങ്കിലും നിങ്ങൾക്ക് അവളെ കണ്ടുപിടിക്കാൻ കഴിയുമോ? ഞങ്ങൾ ശ്രമിക്കാൻ ചെയ്യും. ശ്രമിച്ചാൽ പോരാ, എനിക്ക് അവളെ തിരിച്ചു കിട്ടണം. ഐ മസ്റ്റ് ഗെറ്റ് ബാക്ക് മൈ ഡോട്ടർ. ഞങ്ങൾ മഹാരാഷ്ട്ര പോലീസുമായി ബന്ധപ്പെടാം. അപ്പോഴേക്കും അവൻ പ്രീതി അവിടെ നിന്ന് കടത്തും. എനിക്കറിയാം. നിങ്ങളുടെ അന്വേഷണങ്ങൾ കൊണ്ട് എന്റെ മകളെ കണ്ടുപിടിക്കാനോ എന്നെ രക്ഷിക്കാനോ നിങ്ങൾക്ക് കഴിയില്ല. ജെയിംസ്, I lost my baby. James. I lost my baby. I lost my baby.
എന്റെ മകളെ നഷ്ടപ്പെട്ടു. ഐ ലോസ്റ്റ് മൈ ബേബി. എന്റെ മകളെ നഷ്ടപ്പെട്ടു. കുറച്ചു ദിവസം താമസിക്കാൻ ഒരു സ്ഥലം വേണമെന്ന് പറഞ്ഞാണ് ചാർലി ഇവിടെ വന്നത്. കൂടെ ഈ പെൺകുട്ടിയും ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ താമസിക്കുന്നത് ഒരു ചെറിയ മുറിയിലാണ്. അവിടെ അവരെ കൂടെ താമസിപ്പിക്കാൻ സൗകര്യമില്ലായിരുന്നു. പിന്നെ ബോംബെയിൽ പെട്ടെന്നൊരു സ്ഥലം കിട്ടുക ബുദ്ധിമുട്ടാണല്ലോ. എന്നിട്ട് അവരെവിടെ പോയി? തൽക്കാലം ലോഡ്ജിൽ താമസിക്കാമെന്ന് പറഞ്ഞാണ് പോയത്. ഏത് ലോഡ്ജിൽ? ഇവിടെ അടുത്ത് തന്നെ, ലിബർട്ടി ലോഡ്ജിൽ. പോയതിനു ശേഷം ഞാൻ അവരെ കണ്ടിട്ടില്ല. ഈ ചാർലിക്ക് എന്താണ് ജോലി? പറയത്തക്കതായ ജോലിയൊന്നുമില്ല. കൂടെ കൂടെ ബോംബെയിൽ വരാറുണ്ട്. ഈ പെൺകുട്ടി എന്റെ മകളാണ്. ഓഹോ, എന്നോട് അവന്റെ ഒരു കസിനാണെന്നാണ് പറഞ്ഞത്. ഇവിടെ ഏതോ ഒരു കമ്പനിയിൽ ടെലിഫോൺ ഓപ്പറേറ്ററുടെ ജോലിക്ക് ശ്രമിക്കാൻ വന്നാണെന്ന് പറഞ്ഞു. ഞാൻ പിന്നീട് കൂടുതലൊന്നും ചോദിച്ചുമില്ല. പതിനാലാമത്തെ വയസ്സിൽ ബോംബെയിൽ എത്തിയവനാണ് ഞാൻ. എന്തൊക്കെ കണ്ടിരിക്കുന്നു. എങ്കിലും ഇങ്ങനെ നമ്മളെ പറ്റാനില്ല. ഒന്ന് തെളിച്ചു പറയൂ. എന്തോന്ന് തെളിച്ച് പറയാൻ? ഏതോ ഇന്റർവ്യൂവിന് വന്നതാണെന്ന് പറഞ്ഞ് ഈ പെൺകുട്ടിയെയും കൂട്ടി ഒരുത്തം വന്ന് മുറിയെടുത്തു. കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം പോക്കറ്റ് അടിച്ചു പോയത്രേ. ഒരു ദിവസത്തെ വാടക തന്നു. ബാക്കി വീട്ടിൽ നിന്ന് എമ്മോ തന്നാ തരാമെന്ന് പറഞ്ഞു. അത്ര തന്നെ. എന്നിട്ടെന്താ? താക്കോലും ഇല്ല, മുറിയുടെ വാടകയുമില്ല. വാടക ബാക്കി എന്താണെങ്കിലും ഞാൻ തന്നോളാം. അതല്ല, അനാമത്ത് ചെലവിൽ എഴുതി തള്ളി. നിങ്ങൾ ഈ പെൺകുട്ടി അന്വേഷിച്ചു വന്നതാണ്? beg your pardon, sir. I'm only a salesman. I'm not supposed to know the editor or publisher of these magazines. I suggest you please go and find out yourself. ഈ മാഗസിൻ അടിക്കുന്ന പ്രസ്സോ ഇതിന്റെ ഓഫീസോ ഈ സ്ട്രീറ്റിലില്ല.
ഇതിനു മുൻപും ഉണ്ടായിരുന്നതായി എനിക്കറിവില്ല. നിങ്ങൾക്കൊരു പക്ഷേ സ്ട്രീറ്റിന്റെ പേര് തെറ്റിപ്പോയിരിക്കും. അടുത്ത സ്ട്രീറ്റിലൊരു പത്രമാഫീസുണ്ട്. പക്ഷേ അത് ഇത്തരം പത്രമാഫീസല്ല. അവിടെ അന്വേഷിച്ചാൽ കൂടുതൽ വിവരങ്ങൾ അറിയാം. വലിയ ഉപകാരം. മാസിയിൽ കണ്ട നമ്പറിൽ ഫോൺ ചെയ്ത് നോക്കിയെങ്കിലും എല്ലാം ഔട്ട് ഓഫ് ഓർഡറിലാണ്. അഡ്രസ് നോക്കി ആ സ്ട്രീറ്റ് മുഴുവൻ തേടി ഞാൻ നടന്നു. പക്ഷേ അത്തരം ഒരു പ്രസ്സും പത്രമാഫീസും അവിടെ ഇല്ല. പല പത്രക്കാരോടും ചോദിച്ചു, അവർക്കും ഒരു പിടിയുമില്ല. യു വർ ടോട്ടലി മിസ്ഗൈഡഡ് മിസ്റ്റർ ജെയിംസ്. ഇതിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന വിനോദ് പ്രസോ പത്രാധിപർ കുൽക്കർണിയോ യഥാർത്ഥത്തിലുള്ള പേരുകളായിരിക്കണമെന്നില്ല. സെക്സ് എഡ്യൂക്കേഷൻ എന്ന പേരിൽ പടർന്നു പന്തലിച്ചിരിക്കുന്ന ഒരുതരം പാരലൽ ജേർണലിസമാണിത്. പണച്ചാക്കുകളുടെ വലയിൽ കുടുങ്ങിയിരിക്കുന്ന കുറെ വില കുറഞ്ഞ എഴുത്തുകാരും ഫോട്ടോഗ്രാഫർമാരും പിന്നെ ബ്ലൂ ഫിലിം മേക്കേഴ്സുമാണ് വാസ്തവത്തിൽ ഈ വൃത്തികേടുകൾക്ക് പിന്നിൽ. കലയുടെയും ജേർണലിസത്തിന്റെയും സെക്സ് എഡ്യൂക്കേഷൻ ഫിലിമിന്റെയും പേരിൽ ഇവർ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ കോടിക്കണക്കിന് സമ്പാദിച്ചു കൂട്ടുന്നു. ഇന്ത്യയിൽ തന്നെ ഇത്തരം എത്ര കേന്ദ്രങ്ങളുണ്ടെന്നോ? ഇവരിൽ ആരെങ്കിലുമായി ഒന്ന് ബന്ധപ്പെടാൻ കഴിഞ്ഞെങ്കിൽ. ഞാനൊരു കാര്യം ചെയ്യാം. ചില ഫോട്ടോഗ്രാഫർമാരുടെ അഡ്രസ് എന്റെ ഫയലിൽ കാണും. റീന, ബ്രിങ് ആൻ അഡ്രസ് ഫയൽ. ഈ ഫോട്ടോഗ്രാഫറുമായി കോൺടാക്ട് ചെയ്ത് നോക്കൂ. മിസ്റ്റർ ദേശായി മോഡൽ ഗേൾസുമായി ബന്ധപ്പെട്ടൊരു ഫോട്ടോഗ്രാഫറാണ്. അയാളെ ഒന്ന് സമീപിക്കൂ. നേർവഴിക്ക് ചെന്നാൽ ഇവർ സത്യം പറയുമോ എന്തോ. ദിസ് ഇസ് എംപ്റ്റി അണ്ടർവേൾഡ് റാക്കറ്റ്. I want to meet Mr. Desai. He is not here. How can I meet him? There is some possibility. Your good name, please? ജീപ്പാൽ. G. Paul. മലയാളിയാണല്ലേ? എങ്ങനെ മനസ്സിലായി? ജി പാൽ എന്നാൽ ഗോപാൽ എന്നാണ്. കാര്യം പറയൂ. നോക്കൂ, ഞാൻ ഈ പത്രത്തിന്റെ പത്രാധിപരാണ്. എന്താ നോക്കുന്നത്? അല്ല, അക്ഷരങ്ങളും മഞ്ഞ നിറത്തിൽ തന്നെ ആയാൽ വളരെ നന്നായേനെ. അപ്പോഴേ എന്നെ ഒന്ന് സഹായിക്കണം. ഒരു നാട്ടുകാരല്ലേ, എനിക്ക് ദേശം അത്യാവശ്യമെന്ന് കാണണം. അതിനെന്താ, അഡ്രസ് തരൂ. ദേശായി അവിടെ എത്തും. ഞാൻ മുറിയിൽ തന്നെ കാണും, എങ്ങും പോകില്ല. അല്ലേ? അല്ല, പേര് പറഞ്ഞില്ലല്ലോ. ശാന്ത കെ നായർ. ശാന്ത കെ നായർ. ബ്യൂട്ടിഫുൾ. ഓക്കെ, റൈറ്റ്. ബൈ. Oh. Hello, good morning. Good morning. I'm Desai. Please sit Nice to down. meet you. Thank you. I have an important problem with you. That will be beneficial to both of us. Please tell me your problem. Oh. Model girls are no problem for me. You can leave that to me. Oh, very good. Mr. Desai, I want to compile a new album of nude girls. Money is no problem. But I want beautiful girls. Please go through this album. Oh, thank you. I see. I hope you can pick up more girls. I can go to any lengths. I don't mind. You can expect my call very soon. Okay? Good photographs. So please accept this for the time being. Thank you, sir. So when can I see the girls? As soon as possible. Please don't forget it. Oh, certainly not. Oh. Thank you. All the best. Thank you.
ഞാനിപ്പോ വന്നതേ ഉള്ളൂ. പ്ലീസ് കം. ഹലോ സർ. മിസ്റ്റർ പോൾ ഹാസ് കം. യെസ് സർ. വരൂ. താങ്ക് യു. ഇതാണ് ശരിയായ സ്റ്റുഡിയോ. ഓ, നൈസ്, വെരി നൈസ്. പ്ലീസ് സിറ്റ് ഡൗൺ. പ്ലീസ്. ദേശായിയുടെ ചിത്രങ്ങൾ വരുന്ന മാഗസീൻസ് ആണ്. ഈ ഫീൽഡിൽ ദേശായി ആരെയും വെല്ലുന്ന മനുഷ്യനാണ്. എത്രയെത്ര മോഡലുകളെയാണ് ദേശായിയുടെ ക്യാമറ ലക്ഷപ്രഭുക്കളാക്കിയതെന്നറിയാമോ? ഇന്ത്യയിലെ ഒരുവിധം എല്ലാ മോഡലുകളും ചിത്രങ്ങൾക്കായി ദേശായിയുടെ പിറകെ വന്നിട്ടുണ്ട്. പലരും സിനിമാ താരങ്ങളായത് തന്നെ ആദ്യം ദേശായിയുടെ മുന്നിൽ പോസ് ചെയ്തിട്ടാണ്. ഇനി ആൽബം നോക്കൂ. ദേശായി ഉടനെ വരും. ഞാൻ മുകളിൽ പോയി വരാം. മാസികയിൽ അവളുടെ ഫോട്ടോ കണ്ടപ്പോഴാണ് എനിക്ക് ഈ മാർഗത്തിൽ അന്വേഷിക്കാൻ തോന്നിയത്. എനിക്ക് ഈ പെൺകുട്ടിയെ പരിചയമുള്ളതുപോലെ തോന്നുന്നു. ഒരുപക്ഷെ ഇവിടെ മോഡലായി വന്നിട്ടുണ്ടാവാം. എങ്കിൽ അവളെ കണ്ടുപിടിക്കാൻ നിശാന്ത ചെയ്യുന്നത് ഒരു വലിയ ഉപകാരമായിരിക്കും. ഇവിടെ എത്രയോ പെൺകുട്ടികൾ വന്നും പോയും ഇരിക്കുന്നു. അതിലൊരു മുഖമായിരിക്കാം. എന്നാലും ഓർമ്മിക്കാൻ കഴിഞ്ഞേക്കും. അതുകൊണ്ട് പ്രയോജനമില്ല. വന്നുപോയവരെ തിരിച്ചറിയാൻ പ്രയാസമായിരിക്കും. അവരുമായുള്ള ബന്ധം അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ബിസിനസിനെ പറ്റി അറിയാഞ്ഞിട്ടാണ്. ഇവിടെ ആരെല്ലാം വരുന്നു? കോളേജ് വിദ്യാർത്ഥിനികൾ, ഉദ്യോഗസ്ഥകൾ, ഭർത്താവിന്റെ സമ്മതത്തോടെയും അല്ലാതെയും വരുന്ന ഭാര്യമാർ. ഇവിടെ വരുന്ന മോഡലുകളുടെ അഡ്രസ് കാണില്ലേ? മോഡലുകളും ഫോട്ടോഗ്രാഫറും തമ്മിൽ ഒരു ബന്ധവുമില്ല. പിന്നെ ആരാണ് യുവതികളെ കൊണ്ടുവരുന്നത്? ഏജന്റ്. ഏജന്റ്? അതെ, യുവതികളെ കൊണ്ടുവരാൻ ധാരാളം ഏജന്റുമാരുണ്ട്. മോഡലുകളുടെ ആവശ്യം വന്നാൽ ഞങ്ങൾ ഏജന്റുമാരെ വിവരം അറിയിക്കും. അവർ യുവതികളെ കൊണ്ടുവരും. അതിനവർ രണ്ടു ഭാഗത്തുനിന്നും കമ്മീഷൻ വാങ്ങും. ഒരു ഏജന്റ് ഇവളെയും മോഡലായി കൊണ്ടുപോയിരിക്കാം. അങ്ങനെയാണ് ഫോട്ടോ മാസികയിൽ വന്നത്.
ഈ ബോംബെ നഗരത്തിൽ ഇത് തൊഴിലാക്കി ജീവിക്കുന്ന 100 കണക്കിന് ഏജന്റുമാരുണ്ട്. മിസ്റ്റർ പാൽ, I will kill you. Hey, where is my daughter? How did you see her? Come on, tell me! She is my daughter. She is my daughter. Who sold this film? Where is she now? हमको नहीं मालूम. हम फिल्म किसी से लेते नहीं. फिल्म लेके बेचते हैं हम तो. If you want, I can give the address of the studio from whom I have taken the film. You have to put your hand on his shoulder and you have to embrace him. Now slowly get up, both of you. Yes, get up slowly. Get closer. Mm-hmm. Now, hold it, baby. I'll show them how to do. Right. Remove your shirt. You show it, sir. Remove your shirt, shirt. I'll do it like Remove your shirt. I'll tell you how to do it. That's it. Oh. Ah. Mm. Mm. I tell you when to kiss. Yes, wait. Yes. I think I'm getting a good one. Yes. That's nice. She's doing fine. Oh, really. Now, baby, you have to change your position. You have to lie on his lap. I'll tell you when to do. Now you lie on his lap. Make it a good one. Yes. Don't look into the camera. Right. Yes. Embrace him, yes. Yes, that's it. Make it more intimate, yes. Give it a passionate kiss. I think I'm getting it. I'm coming closer. Be careful. Now kiss her. Kiss her. That's it. That's a good one, yes. Very good. I think I've got it, yes. Hello, sir. Now you can get up. All of you can go. Call it a day. Yes, thank you. Please come, sir. അങ്ങനെയാണെങ്കിൽ ചാർലിയുടെ പരിചയക്കാരനായി ഗോപൻ എന്നൊരു ഫോട്ടോഗ്രാഫർ ഉള്ളതായി എനിക്കറിയാം. ഗോപൻ? എവിടെയാണ് ഗോപന്റെ സ്റ്റുഡിയോ? സ്റ്റുഡിയോ എന്ന് പറയാനൊന്നുമില്ല. അവൻ താമസിക്കുന്ന മുറി തന്നെയാണ് സ്റ്റുഡിയോ. I am G. Pal.
യുവലഹരി എന്ന മാസികയുടെ എഡിറ്ററാണ്. ഇത്രയും സൗകര്യം വെച്ചിട്ടാണോ മിസ്റ്റർ ഗോപൻ ഈ ബിസിനസ് ചെയ്യുന്നത്? അത്ഭുതം തന്നെ. മിസ്റ്റർ ഗോപൻ, എനിക്ക് കുറച്ച് ന്യൂഡ് ഫോട്ടോസ് വേണം. എന്റെ മാസികയുടെ കവർ അടിക്കാൻ വേണ്ടിയാണ്. സോറി, എന്റെ കയ്യിൽ അത്തരം ഫോട്ടോസ് ഒന്നുമില്ല. മിസ്റ്റർ ഗോപൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നമ്മൾ തമ്മിലുള്ള ബിസിനസ് ആരും അറിയാൻ പോകുന്നില്ല. എനിക്കും അത് ആവശ്യമാണല്ലോ. പിന്നെ ചാർലി എന്റെ ഫ്രണ്ടുമാണ്. ഏത് ചാർലി? നിങ്ങളുടെ സുഹൃത്ത് ചാർലി. എനിക്കങ്ങനെ ഒരു സുഹൃത്തില്ല. നിങ്ങൾ ആരെ ഉദ്ദേശിച്ചാണ് പറയുന്നത്? ഈ ഫോട്ടോ നിങ്ങൾ എടുത്തതല്ലേ? ഞാനെടുത്തതല്ല. പിന്നെ ആരെടുത്തതാണ്? എനിക്കെങ്ങനെ അറിയാം? നിനക്കറിയില്ലല്ലേ? ഇരിക്കണവിടെ. സത്യം പറയടാ, ആരാണ് ഈ ഫോട്ടോ എടുത്തത്? സത്യം, ഞാനല്ല. അറിയാം, ചാർലി ആ പെൺകുട്ടിയും കൊണ്ട് ഇവിടെ വന്നിരുന്നു. എന്നിട്ട് വല്ല മോഡൽ ഗേൾസിനെയും ആവശ്യമുണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞിരുന്നു. സത്യം പറയൂ, എവിടെയാണ് താമസം? സത്യമായിട്ടും എനിക്കറിയില്ല. അവൻ താമസിക്കുന്ന ഒരു മുറിയുണ്ടായിരുന്നു. ഒരു പക്ഷേ അവിടെ കാണും. അവനിപ്പോ എന്നെ കാണാൻ വരാറില്ല. എവിടെയാണ് ആ സ്ഥലം? Where is my daughter? Tell me, where is she? പ്രീതി എന്റെ കയ്യിൽ നഷ്ടപ്പെട്ടു. അവൾ റെഡ് സ്ട്രീറ്റിൽ എവിടെയുണ്ട്. Red Street. My God! बोलिए साहब, आपको कैसी लड़की चाहिए? यहाँ तो सारा हिंदुस्तान भरा हुआ है. हाय हाय हाय, आपका मन जीत लेंगे. मराठी चाहिए आपको? गुजराती, नेपाली, पंजाबी और मद्रासी. जरा आप देख लीजिए, सब कुछ है. आप तो नए हैं, इसलिए आप शायद पद्मा रानी को नहीं जानते. पद्मा रानी कभी झूठ नहीं बोलती, धोखा नहीं देती. मद्रासी लड़कियों को सलवार कमीज पहना के पंजाबी बनाने का काम पद्मा रानी नहीं करती. वो कोई और होगा. अपना धंधा तो अलग है. पद्मा रानी बिजनेस में धोखा नहीं करती. बोलिए साहब, आप चुप क्यों हैं? आप अपनी पसंद तो फरमाइए. अपनी लड़कियां बिल्कुल खानदानी है. आप चिंता नहीं कीजिए, कोई गड़बड़ नहीं होगा. बोलिए ना साहब, आपको कैसी लड़कियां चाहिए? मद्रासी. मद्रासी. पैसा निकालो. हाँ, अरे वो शांता, इधर आ, जल्दी आ. साहब नए आदमी है. शांति भाई, इनको जरा खुश कर देना. നാണിച്ചോ? പറയൂ. ഞാനൊരു കാര്യം അറിയാൻ വന്നതാണ്. ഓ, സാഹിത്യകാരനായിരിക്കും. എന്റെ ആത്മകഥ അറിയാനായിരിക്കും അല്ലേ? ഞാൻ പലരോടും പലവിധത്തിലും പറഞ്ഞു കഴിഞ്ഞതാണ്. പുതിയതായി ഒന്നും എനിക്ക് പറയാനില്ല. അതൊന്നും വേണ്ട.
ആരുടെ ഫോട്ടോ ആണ്? ഇവിടെ നീ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ എവിടെയെന്നൊന്ന് പറഞ്ഞു തരാമോ? ഇവൾ ഈ നമ്പർ ഹൗസിൽ തന്നെ ഉണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഇവളെ പ്രേമിച്ചവൻ നാട്ടിൽ നിന്നൂടെ കൊണ്ടുവന്ന് വിട്ടിരിക്കുമല്ലേ? നോക്കൂ, ഞാൻ എന്റെ അനുഭവം പറഞ്ഞെന്ന് മാത്രം. എന്റെ അച്ഛനോ ഏട്ടനോ എന്നെയും അന്വേഷിച്ച് നിങ്ങളെപ്പോലെ ബാംബെ തെരുവിൽ നടന്നിട്ടുണ്ടാവും. ഈ പെൺകുട്ടി നിങ്ങളുടെ ആരെന്ന് ചോദിക്കുന്നില്ല. ആരുമായിക്കൊള്ളട്ടെ, വേശ്യാലയത്തിൽ നിന്ന് ഇവളെ തിരിച്ചു കിട്ടിയാൽ നിങ്ങളെപ്പോലുടെ മാന്യത ഇവൾക്ക് എന്ത് സ്ഥാനമാണ് നൽകുക? നിങ്ങൾ പണക്കാരനായിരിക്കും, അതുകൊണ്ട് എല്ലാം മറച്ചു വയ്ക്കാൻ സാധിച്ചെന്ന് വരും. ഇവളെ ഇത്ര നമ്പർ ഹൗസിൽ നിന്നോ ഏതെങ്കിലും തെരുവിൽ നിന്നോ കണ്ടുപിടിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇവളെ തിരിച്ചു കിട്ടുന്നതല്ല. ഇതൊരു ചുടുകാടാണ്, സ്ത്രീത്വത്തിന്റെ ശ്മശാനം. എന്തിനു ഓരോന്ന് പറയുന്നു? ഇത് കഥ പറയാനുള്ള നേരമല്ല. സാർ വരണം. സാർ ഒന്നും പേടിക്കണ്ട, എല്ലാം ഞാൻ ശരിയാക്കി തരാം. കുറെ കാലം ആയില്ലേ സാർ ഞാൻ ബോംബെയിലെ. സാർ ഇങ്ങോട്ട് വരണം. സാർ വരണം, വരണം സാർ, വരണം. निकलो बाहर, तुम चलो. ऐसी पूछताछ के लिए यहाँ कोई दफ्तर नहीं है. मेरे पास इसके लिए वक्त भी नहीं. पूछने निकला है 4 पैसे कमाने के वक्त पर. क्या है, क्या हुआ उसे? देखा नहीं, साला अपनी बेटी की तलाश में यहाँ चक्कर लगा रहा है. मैंने कहाँ छुपाया है इसकी बेटी को? थाने में जाके कहो, पुलिस वाले ढूंढ के देंगे.
बड़ा आया है बेटी को ढूंढने वाला। साले निकाल निकाल रहे हरामजादे എന്റെ മകൾ, എനിക്കവളെ കാണണം. ദയവായി എനിക്കവളെ കാണിച്ചു തരൂ. എനിക്കവളെ കാണിച്ചു തരൂ. ഞാൻ എന്റെ മകളെ അന്വേഷിച്ചു വന്നതാണ്. അവൾ പാടാറുള്ള പാട്ട്, അതേ സ്വരം, അത് കേട്ടപ്പോ ഞാനെല്ലാം മറന്നുപോയി. നിങ്ങൾക്ക് ഈ പരിസരത്തെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ. ഇവിടെ മനുഷ്യന്റെ ജീവന് യാതൊരു വിലയുമില്ല. ഏതായാലും നിങ്ങളുടെ ഭാഗ്യം. ആ പാടിയ കുട്ടിയെ എനിക്കൊന്ന് കാണിച്ചു തരാമോ? ആ പെൺകുട്ടി നിങ്ങളുടെ മകളാണെങ്കിൽ കൂടി തിരിച്ചു കൊണ്ടുപോകാൻ സാധ്യമല്ല. എന്റെ മകൾ ആരുടെ മകളാണെങ്കിലും സാധ്യമല്ല. ഇത് വേറൊരു ലോകമാണ്. എന്നെ ഒന്ന് സഹായിക്കൂ. എനിക്ക് എന്റെ മോളെ എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടണം. അയ്യേ, വരൂ, ഇരിക്കും. ഇതെന്റെ ഭാര്യയാണ്. നമസ്തേ. എനിക്കൊരു മകളേ ഉള്ളൂ. ഓ, ഹൗ സ്വീറ്റ്. ജൽസി സലാം. ഞാൻ 12ാമത്തെ വയസ്സിൽ ബോംബെയിൽ വന്നതാണ്. സ്വന്തം നാടേതാ? മലപ്പുറമാണ്.
എന്റെ ഭാര്യ ഒരു ആന്ധ്രക്കാരിയാണ്. അവളുടെ 17ാമത്തെ വയസ്സിൽ ഇവിടുത്തെ ഒരു തെരുവിൽ വെച്ച് കണ്ടുമുട്ടി. എനിക്ക് അവൾ ഇഷ്ടപ്പെട്ടു, വിളിച്ചോണ്ട് പോന്നു. Come on. Hey. Go to your mommy. ചായ പിടിക്കും. വരൂ, ഒന്നും പേടിക്കണ്ട, ഇത് നമ്മുടെ ആളുകളാ. ഏയ് അപ്പന ആത്മീയെ ആനതോ വാ. बहुत जगह ढूंढ के देखा, कहीं कुछ पता नहीं मिला. हाँ, कहीं तो मिल जाएगी. मेरे एक दोस्त की बेटी है, अगर कुछ खबर मिले तो मुझे बता देना. अरे कैसे बताऊं भाई, ऐसे देखा जाए तो सभी के चेहरे एक जैसे लगते हैं. अगर हम इसे ढूंढ निकाले हमें क्या मिलेगा? पहले रकम तो बताओ. तुम उस बात की चिंता मत करो भाई, पैसा जितना चाहो मिलेगा. ഇത് കണ്ടില്ലേ സാർ, ഇതുപോലെ ആയിരക്കണക്കിനുണ്ട്. ഇതിൽ നിന്ന് ഒരെണ്ണത്തിന് എങ്ങനെ കണ്ടുപിടിക്കാൻ? എനിക്ക് എന്റെ മോളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. ഹാ, ശ്രമിക്കാം. അഡ്ജാ അഡ്ജാ. എന്തായി? ഒന്നും വിഷമിക്കണ്ട, എല്ലാ കാര്യങ്ങളും ഞാൻ ശരിപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ മോളെ എനിക്ക് തിരിച്ചു കിട്ടുമോ? തീർച്ചയായും. നടത്തിപ്പിക്കാരി മൗസിയുമായി സംസാരിച്ചു കഴിഞ്ഞു. അവർ ആവശ്യപ്പെട്ട തൂവ് കൊടുക്കാൻ നേരിട്ടുണ്ട്. ഇനി എങ്ങനെയെങ്കിലും കൊണ്ടുവന്നാൽ മതി. സത്യമാണോ നിങ്ങൾ പറയുന്നത്? എന്നെ വിശ്വസിക്കൂ, ഇനി സമയമില്ല. വരൂ. मेरे वास्ते एक काम करना. किसी को पता ना चले. मुझ पर यकीन है? आपके लिए तो ये काम कर रही हूं. अच्छा, बड़ी मेहरबानी.